നമ്മളിന്ന് കപ്പലണ്ടിയിലുള്ളൊരു ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്, 1 കപ്പ് തേങ്ങ തിരുമിയത് എടുത്തിട്ടുണ്ട്, ഉഴുന്നെടുത്തിട്ടുണ്ട് 1 സ്പൂണ്, മല്ലിയില കുറച്ചെടുത്തിട്ടുണ്ട്, 2 വറ്റൽമുളക്, കടുക് 1 സ്പൂണ്, മുളക് പൊടി 1 സ്പൂണ്, ജീരകം 1/2 സ്പൂണ്, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് ആ കപ്പലണ്ടി ഒന്ന് വറുത്തെടുക്കാം. ഇനി ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതിലേക്ക് നമുക്ക് ആ കപ്പലണ്ടി ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. കപ്പലണ്ടി ഇത് ഒത്തിരി അങ്ങ് മൂപ്പിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ചെറുതായിട്ടൊന്ന് നല്ലതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ കപ്പലണ്ടി ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ നമുക്ക് ഒത്തിരി നേരമായിട്ടൊന്നും ഇതാക്കണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം, മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം, 1 സ്പൂൺ മുളക് പൊടി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കാം. നമുക്ക് ഞാനിവിടെ ഒരു മിക്സിയുടെ പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഈ കപ്പലണ്ടിയൊക്കെ ഇട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പലണ്ടി തേങ്ങയും കൂടെ നമ്മളിവിടെ നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കടുക് വറുത്തിടാം. ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ജീരകം ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉഴുന്ന് 1 സ്പൂണ്, വറ്റൽമുളക്, അപ്പോൾ നമ്മുടെ കടുകെല്ലാം ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചമ്മന്തിക്ക് മേളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ കപ്പലണ്ടി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.